CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു DYFI നേതാവ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ? എനിക്ക് ഓർമ്മ വരുന്നത് A റഹീം നേരത്തെ ഷാഫി പറമ്പിലെ വിശേഷിപ്പിച്ചത് രാഷ്ട്രീയ വിഷം എന്നായിരുന്നു, പൊളിറ്റിക്കൽ പോയ്സൺ. യഥാർത്ഥത്തിൽ ആരാണ് കേരള രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ പോയ്സൺ? ആരാണ് രാഷ്ട്രീയ വിഷം കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരത്തിലേക്കാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലെ ഈ അറസ്റ്റ് കൂടി തെളിയിക്കുന്നത്. നമുക്കൊക്കെ അറിയാലോ, കേരളത്തിലെ മതേതര ജനതയെ മൊത്തം ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. അതായത് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ എന്ത് നാണം കെട്ട രീതിയും അവലംബിക്കാമെന്ന് CPM-കാർ പ്രായോഗികമായി തെളിയിച്ച ഒരു സംഭവമായിരുന്നു അത്. അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മതേതര നേതാവ് ഏറ്റവും വലിയ വർഗീയവാദിയാണ്. വർഗീയവാദികൾക്ക് വോട്ട് കൊടുക്കരുത്, ടീച്ചറമ്മ എന്ന് പറയുന്നത് മതേതരവാദിയാണ്, അപ്പോൾ ടീച്ചറമ്മക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കിയ ഒരു ഗൂഢപദ്ധതി. 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. ടീച്ചറമ്മ കാഫിറാണ്, വോട്ട് കൊടുക്കരുത് എന്ന രീതിയിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് തയ്യാറാക്കിയത് എന്ന് വരുത്തി തീർത്ത ഒരു സ്ക്രീൻഷോട്ട് അവസാനം ചെന്നപ്പോൾ ഇപ്പോൾ മനസ്സിലായതാരാണ്? അത് DYFI നേതാവ് തന്നെയാണ് അത് സൃഷ്ടിച്ചത് എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായി ഇത് വാട്സപ്പിൽ പ്രചരിപ്പിച്ചത് ഒരു UDF നേതാവാണ്. ആ UDF നേതാവിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ LDF ഭരണകാലത്ത് റിവേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു DYFI നേതാവിൽ ചെന്ന് മുട്ടി നിന്നതാണ്. റിവേഷിനോട് ചോദിച്ചു, ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടി? റിവേഷാണ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഏറ്റവും ആദ്യം അങ്ങനെയാണ്, അതാണ് ശരി, ഏറ്റവും ആദ്യമായിട്ട് ഈ സ്ക്രീൻഷോട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച ആൾ എന്ന് കഴിഞ്ഞ LDF സർക്കാരിന്റെ പോലീസിന് ബോധ്യമായപ്പോൾ റിവേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFI നേതാവിനോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഇത് എവിടുന്ന് കിട്ടി? ചോദിച്ചില്ല. ഇയാള് വാട്സപ്പിൽ ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് അയാൾ ഉണ്ടാക്കിയതായിരിക്കണം, അതല്ലെങ്കിൽ അയാൾക്ക് മറ്റെവിടെ നിന്ന് കിട്ടിയതായിരിക്കണം. അയാളോട് ചോദിച്ചില്ല. കാരണം ആ ഒരു അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഇതിന്റെ പിന്നിൽ കളിച്ചത് മുഴുവൻ CPM-കാരാണ്, DYFI-കാരാണ്. പക്ഷെ ഇതാരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്നുള്ളതിലേക്ക് വരുമ്പോഴാണ് ഉന്നത നേതാക്കൾക്ക് വരെ ഇതിൽ ബന്ധമുണ്ട് എന്ന് തെളിയുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേസ് അവസാനിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഈ റിവേഷ് രാമകൃഷ്ണനെ മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ അയാളെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നോ ഇതെവിടുന്ന് കിട്ടിയെന്ന്? ചെയ്തില്ല. അവസാനം ഇതാ കഴിഞ്ഞ 3 വർഷം, അല്ലേ, കഴിഞ്ഞ 2.5-3 വർഷം പിണറായി വിജയൻ സർക്കാർ അവർക്ക് നേരെയാണ് ആ കേസിലെ ഓരോ തെളിവുമെന്ന് മനസ്സിലാക്കിയപ്പോ അമർത്തിവെച്ച കേസ് കേവലം 2 ആഴ്ച കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പോലീസ് അതിന് തുമ്പുണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റിവേഷ് രാമകൃഷ്ണൻ ഇത് കിട്ടിയത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിൽ നിന്നാണ്. പിടിച്ചോ വടകര സ്ക്വാഡിന്റെ അഡ്മിനെ, അത് വേറൊരു നേതാവ്, DYFI നേതാവ്. അയാളെയാണ് ഇപ്പതാ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ അയാളാണ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ അയാൾ പറയണം ആരാണ് നിർമ്മിച്ചത് ഈ സ്ക്രീൻഷോട്ട് എന്നുള്ളത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടിത്തവും, അല്ലേ, എന്ത് തെമ്മാടിത്തവും ചെയ്തുകൊണ്ട് എതിരാളികളെ പരാജയപ്പെടുത്തുക. രാഷ്ട്രീയം പറഞ്ഞ് പരാജയപ്പെടാൻ പറ്റില്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. ഇടതുപക്ഷത്തിന് എന്ത് രാഷ്ട്രീയമാണ്? ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഇല്ല. അത് വളരെ നേരത്തെ തന്നെ സെക്രട്ടറി അപ്പം ഗോവിന്ദൻ പറഞ്ഞതാണ്. ഇവിടെ ഈ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കില്ല, ഇവിടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ പിന്നെ ഈ കാരണഭൂതത്തിന്റെ ആസനം കഴുകി അതാണ്, അല്ലേ, ഇവിടുത്തെ ഓരോ CPM-കാരനെയും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അപ്പിടുമ്പോൾ പോയി കണ്ട് ആസനം കഴുകി കൊടുക്കുക, വീണ വിജയൻ അപ്പിടുമ്പോൾ പോയി കണ്ട് ആസനം കഴുകി കൊടുക്കുക, മരുമോൻ അപ്പിടുമ്പോൾ പോയി കണ്ട് ആസനം കഴുകി കൊടുക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഓരോരുത്തരുടെയും പങ്ക്. അതില് കുറച്ചാൾക്കാരൊക്കെ ഇപ്പൊ പതുക്കെ മാറുകയാണ്. ഞാൻ അതിലേക്ക് വരാം. ആദ്യം കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കഥ മലയാള മനോരമ 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. കാഫിർ കേസ്, DYFI നേതാവ് അറസ്റ്റിലായത് CPM തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ.
കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവും CPM തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. LDF സർക്കാരിന്റെ കാലത്ത് പ്രതിയെ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് 3 ആഴ്ച കൊണ്ട് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. 2.5 വർഷം നീണ്ട കേസിലെ ആദ്യ അറസ്റ്റാണിത്. ഇതാ പറയുന്നത്. അതായത് കേരളത്തില് ആ ഇരുണ്ട കാലം പോകുകയാണ്. അക്രമികൾ അഴിഞ്ഞാടിയ, തെമ്മാടിക്കൂട്ടം അഴിഞ്ഞാടിയ പിണറായി വിജയന്റെ ഭരണകാലം, അതിൽ നിന്ന് ഒരു പുതിയ വെളിച്ചം, പുതുയുഗത്തിലേക്ക് കാലം മാറുകയാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്, ആദ്യ തെളിവല്ല, മറ്റൊരു തെളിവാണ് ഈ സംഭവത്തിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്തത് എന്നുള്ളത്. സ്ക്രീൻഷോട്ട് വിവിധ ഗ്രൂപ്പുകളിലേക്ക് ആദ്യം പ്രചരിപ്പിച്ചത് ജിതിൻ ഭാസ്കർ ആണെന്ന് സ്ഥിരീകരിച്ചു. അതേസമയം സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് എവിടെയാണെന്നും ആരാണെന്നും കണ്ടെത്താനുണ്ട്. ഇതേക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. അതാണ് പ്രധാനം. ഇതിന്റെ ഇടയിൽ ഈ ഡിവൈഎഫ്ഐക്കാർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പോലീസ് പീഡിപ്പിക്കുന്നു, ഞങ്ങള് പോലീസ് പീഡിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലമണ്ട ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ച് പൊട്ടിച്ചപ്പോ ഗൺമേനെ പറഞ്ഞയച്ചിട്ട് ആ 2 യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചപ്പോ മിണ്ടാതിരുന്ന ഡിവൈഎഫ്ഐക്കാരെ ഇപ്പൊ പറയണം ഞങ്ങളെ പീഡിപ്പിക്കാണ്. പോലീസ് പീഡിപ്പിക്കാണ് വരുന്നത്. എന്താ പീഡിപ്പിക്കുന്ന അറിയോ? സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരുടെ അഴിഞ്ഞാട്ട കഥ പിടിക്കപ്പെടുമ്പോ ഇവരിപ്പോ ഒരു ഇരകളുടെ പരിവേഷം കെട്ടുകയാണ്. ഞങ്ങളെ പീഡിപ്പിക്കുന്നു, ഞങ്ങളെ തൊടാൻ പറ്റില്ല, ഞങ്ങളെല്ലാ തോന്നിയാസും ചെയ്യും, ഞങ്ങളെല്ലാ തെമ്മാടിത്തവും ചെയ്യും, പക്ഷെ ഞങ്ങളെ തൊടരുതോ. കാരണഭൂതത്തിന്റെ കാലം കഴിഞ്ഞടോ. കാരണഭൂതത്തിന്റെ ഈ പറയുന്ന മാരണയുഗം അവസാനിച്ചു. മനസ്സിലാക്ക്.